അയ്യോ ആരും പേടിക്കണ്ട, ആരെയും പാട്ട് പാടി പേടിപ്പിക്കാൻ വന്നതല്ല. ലഞ്ചൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഭൂതോദയം ഉണ്ടായത്. ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചാലോന്ന്. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ പെട്ടിയിലും ഇവിടെയാണ് എൻ്റെ ഇന്ത്യൻ ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സ്റ്റോറേജ് ബാഗ്സ് ഒക്കെ മേടിച്ചായിരുന്നു. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ കാണാനും പറ്റും. ഒരുപാട് ചുളുങ്ങിയ ഡ്രസ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് വൃത്തിയായിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഇന്ത്യൻ വെയേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 4.5 വർഷമായിട്ട് എൻ്റെ കൂടെ കൂടിയിട്ടുള്ള കുർത്തകളും ഡ്രസ്സുകളൊക്കെയാണ്. ഇതിൽ കുറേയൊക്കെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സുകളാണ് കേട്ടോ. കുർത്തകളും അതിൻ്റെ പാൻസും ഷോളും എല്ലാം ഒരു ബാഗിലും, പിന്നെ ബാക്കി എൻ്റെ ട്രഡീഷണൽ വെയറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സെറ്റുമുണ്ട്, സാരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ ബാഗിലും. അതായിരുന്നു എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് നമ്മുടെ കുർത്തകളെല്ലാം അടിപൊളിയായിട്ട് മടക്കി വൃത്തിയാക്കി ഒരു ബാഗിൽ ഞാൻ ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സെറ്റ് മുണ്ടിലേക്ക് കിടക്കാം. വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. അശോകൻ അല്പം ക്ഷീണമായിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം. ഈ സെറ്റും മുണ്ടും സാരി അങ്ങനത്തെ സെക്ഷൻസിനൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മടക്കി വെക്കണം. അതിന് കുറച്ച് ഒടിക്കലും മടക്കലും ഒക്കെ ആവശ്യമുള്ളതാണ്. ഈ ഒരു ബ്ലൗസ് എൻ്റെ കല്യാണ സാരിയുടെ ബ്ലൗസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനാണ് ഇത്. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ബ്ലൗസുകളിൽ ഒന്നാണിത് കേട്ടോ. അങ്ങനെ സെറ്റ് മുണ്ടുകളും ബ്ലൗസുകളും അതുപോലെ തന്നെ കുർത്തകളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് വലിയ ടാസ്ക്. കുറച്ച് സാരി ഒന്ന് മടക്കി കിട്ടണം. അതിന് ഞാൻ മൽപ്പിടുത്തത്തിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാരി മടക്കാൻ. എനിക്ക് ഒന്നാമതേ അറിയത്തുമില്ല, ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. എങ്ങനെയൊക്കെ തട്ടിക്കുട്ടി സാരി, ധാവണി, പിന്നെ വിശാഖിൻ്റെ കുറച്ച് കുർത്ത, മുണ്ട്, അതൊക്കെ ഒരു ബാഗിൽ എല്ലാം റെഡിയാക്കി സെറ്റാക്കി. വീഡിയോ എടുത്തും നിങ്ങളോട് സംസാരിച്ചും എൻ്റെ പണിതാ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 2 ബാഗും സെറ്റായിട്ടുണ്ടേ.